സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കേരള പി എസ് സിയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വെയിറ്റേജ് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. നിങ്ങൾ സ്കൂൾ കാലഘട്ടത്തിലോ കോളേജിലോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ അംഗമായിരുന്നോ? നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റോ രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി അവാർഡോ ഉണ്ടോ? എങ്കിൽ കേരള പി എസ് സി പരീക്ഷകളിൽ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്താൻ, അതുപോലെ റാങ്ക് ലിസ്റ്റിൽ മുൻഗണന നേടാൻ നിങ്ങൾക്ക് വലിയൊരു അവസരമുണ്ട്. പക്ഷേ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പല ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ പ്രൊഫൈലിൽ ഇത് കൃത്യമായി ക്ലെയിം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട മുൻഗണന പലർക്കും നഷ്ടപ്പെടുകയാണ് പതിവ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കൃത്യമായി പി എസ് സി പ്രൊഫൈലിൽ ചേർക്കാം, ഏതൊക്കെ തസ്തികകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക എന്നതിനെ കുറിച്ചാണ്. വീഡിയോ മുഴുവനായും കാണുക. ഒട്ടും സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം തീർക്കാം. സ്കൗട്ടിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇല്ല എന്നാണ് ഉത്തരം. പി എസ് സി അംഗീകരിക്കുന്ന ചില നിശ്ചിത യോഗ്യതകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്രധാനമായും 3 തരം സർട്ടിഫിക്കറ്റുകളെയാണ് ഇതിനായി പരിഗണിക്കുന്നത്. ഒന്നാമത്തേത് ഫസ്റ്റ് ക്ലാസ് സർട്ടിഫിക്കറ്റ്. പ്രഥമം സോപ്പാൻ, ദ്വിതീയ സോപ്പാൻ എന്നിവ മാത്രമുള്ളവർക്ക് ഇത് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് ക്ലാസ് തന്നെ വേണം. രണ്ടാമത്തേത് സംസ്ഥാന തലത്തിൽ ലഭിക്കുന്ന രാജ്യ പുരസ്കാർ അഥവാ ഗവർണേഴ്സ് അവാർഡ്. മൂന്നാമത്തേത് ഏറ്റവും ഉയർന്ന അവാർഡായ രാഷ്ട്രപതി അവാർഡ്. നിങ്ങൾക്ക് സ്കൂൾ തലത്തിലോ കോളേജ് തലത്തിലോ റോവർ റേഞ്ചർ വിഭാഗത്തിൽ ഈ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ഉറപ്പായും ക്ലെയിം ചെയ്യാം. ഇനി അടുത്ത പ്രധാന ചോദ്യം, ഇത് റാങ്ക് ലിസ്റ്റിനെ എങ്ങനെയാണ് ബാധിക്കുക? 2 രീതിയിലാണ് പി എസ് സി ഇതിന് ആനുകൂല്യം നൽകുന്നത്. ഒന്ന് വെയിറ്റേജ് മാർക്കും, രണ്ടാമത്തേത് മുൻഗണനയും. ചില പ്രത്യേക തസ്തികകളിൽ, പ്രത്യേകിച്ച് ഫോറസ്റ്റ്, എക്സൈസ് അല്ലെങ്കിൽ മറ്റ് യൂണിഫോം തസ്തികകളിൽ ഇതിന് പ്രത്യേക വെയിറ്റേജ് മാർക്കുകൾ അഡീഷണലായി നൽകാൻ വ്യവസ്ഥയുണ്ടാകാറുണ്ട്. എന്നാൽ ഭൂരിഭാഗം ജനറൽ വിഭാഗങ്ങളിലും, പ്രത്യേകിച്ച് LP സ്കൂൾ ടീച്ചർ, UP സ്കൂൾ ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ തുടങ്ങിയ അധ്യാപക തസ്തികകളിൽ ഇതിന് മുൻഗണനയാണ് നൽകുക. അതായത് പരീക്ഷയ്ക്ക് ഒരേ മാർക്ക് വാങ്ങി 2 ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരേ സ്ഥാനത്ത് വരികയാണെങ്കിൽ സ്കൗട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തിക്ക് ലിസ്റ്റിൽ മുൻഗണനാ സ്ഥാനം ലഭിക്കും. ഒരു മാർക്കിൻ്റെയോ പോയിന്റ് മാർക്കിൻ്റെയോ വ്യത്യാസത്തിൽ ജോലി നഷ്ടപ്പെടുന്ന ഈ കാലത്ത് ഈ മുൻഗണന എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് എങ്ങനെയാണ് നമ്മുടെ പി എസ് സി പ്രൊഫൈലിലേക്ക് ചേർക്കേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾക്ക് മൊബൈൽ വഴിയോ കമ്പ്യൂട്ടർ വഴിയോ ഇത് ചെയ്യാം. ആദ്യം തന്നെ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾ യൂസർ ഐഡിയും പാസ്വേഡും നൽകി പ്രൊഫൈൽ ലോഗിൻ ചെയ്യുക. ഹോം പേജിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാനാകും. അതിൽ താഴേക്ക് വരുമ്പോൾ വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസസ് എന്നൊരു ലിങ്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓപ്പണായി വന്ന പേജിൽ പലതരത്തിലുള്ള വെയിറ്റേജ് വിഭാഗങ്ങൾ കാണാൻ കഴിയും. അതിൽ നിന്ന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് കൃത്യമായി സെലക്ട് ചെയ്യുക. അതിനുശേഷം സർട്ടിഫിക്കറ്റിലുള്ള രജിസ്റ്റർ നമ്പർ, ഇഷ്യൂ ചെയ്ത തീയതി, അത് നൽകിയ അതോറിറ്റി എന്നിവ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ തന്ന ആക്സസ് കോഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശേഷം സേവ് ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ സ്കൗട്ട് വെയിറ്റേജ് ആഡ് ആയി കഴിഞ്ഞു. പ്രൊഫൈലിൽ സേവ് ചെയ്താൽ മാത്രം കാര്യം കഴിഞ്ഞില്ല. ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട എന്നാൽ പലർക്കും തെറ്റുപറ്റുന്ന 4 പ്രധാന കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പോൾ പ്രൊഫൈലിൽ ഇത് ആഡ് ചെയ്താൽ ഇതിനകം നിങ്ങൾ അപേക്ഷിച്ച, അതായത് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ പരീക്ഷകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കില്ല. ഇനി വരാൻ പോകുന്ന പുതിയ നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കുമ്പോൾ മാത്രമേ ഇത് ആപ്ലിക്കേഷൻ തനിയെ ആക്റ്റീവ് ആവുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, സർട്ടിഫിക്കറ്റ് പരിശോധന. പ്രൊഫൈലിൽ വെറുതെ വിവരങ്ങൾ കൊടുത്താൽ പോരാ. പി എസ് സി ഓഫീസിൽ 1 ടൈം വെരിഫിക്കേഷന് വിളിക്കുമ്പോൾ
ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാക്കണം. മൂന്നാമത്തെ കാര്യം, പലരും ചോദിക്കാറുണ്ട്, എൻ്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ കയ്യിലില്ല, ഇനി എന്തു ചെയ്യും? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുവനന്തപുരത്തുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ശ്രമിക്കുക. പക്ഷേ ഒറിജിനൽ ഇല്ലാതെ വെരിഫിക്കേഷൻ സമയത്ത് ഇത് അംഗീകരിക്കില്ല എന്ന കാര്യം കൂടെ ഓർക്കുക. നാലാമത്തെ കാര്യം, പ്രൊഫൈലിൽ വിവരങ്ങൾ നൽകുമ്പോൾ തെറ്റായ നമ്പറോ വ്യാജ വിവരങ്ങളോ നൽകരുത്. അത് പിന്നീട് വലിയ നിയമ നടപടികൾക്ക് കാരണമായേക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ ഇന്ന് തന്നെ നിങ്ങളുടെ PSC തുളസി പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഇത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ചില ചെറിയ മാർക്കിൻ്റെ മുൻഗണനയിലായിരിക്കാം ചിലപ്പോൾ അവരുടെ ജീവിതം മാറി മറയുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾക്കും ക്ലാസ്സുകൾക്കും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.